അസ്സലാമു അലൈക്കും. കുറച്ചധികം ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട്. ഒന്ന് ഗ്യാപ്പ് ഇട്ടാ പിന്നെ അത് സ്റ്റാർട്ട് ചെയ്യാൻ ഇത്തിരി മടിയാണ് കേട്ടോ. അപ്പൊ ഇന്നൊരു മോർണിംഗ് റുട്ടീൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. മോൻ സ്കൂളിലൊക്കെ പോയി തുടങ്ങി. അപ്പം ഞങ്ങളും ആ ഒരു ട്രാക്കിലേക്ക് ആയി വരുന്നേ ഉള്ളൂ കേട്ടോ, രാവിലത്തെ ഈ റുട്ടീൻസ് ഒക്കെ. അപ്പൊ അതേ രാവിലെ എണീറ്റ് ഞാൻ അവന്റെ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് പിന്നെ മോനെ വിളിക്കാറുള്ളത് കേട്ടോ. കാരണം ഏത് മൂഡിലാണ് വരിക എന്ന് പറയാൻ പറ്റില്ല. ഇന്നലെ ഇച്ചിരി മടി ഉണ്ടായിരുന്നു, കാരണം മുഹറത്തിന്റെ ലീവൊക്കെ കഴിഞ്ഞിട്ടുള്ള മൺഡേ ആയിരുന്നല്ലോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇന്നലെ രാത്രി കിടക്കുമ്പോഴേ പറയുന്നുണ്ടായിരുന്നു സ്കൂളിൽ പോകണ്ടെന്നുള്ളത്. അങ്ങനെ അതേ ഞാൻ അവന് വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും പിന്നെ സ്നാക്സ് ഒക്കെ റെഡിയാക്കി വെക്കും. അപ്പൊ ഇന്ന് നഗ്ഗറ്റ്സ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് അവൻ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ടാട്ടോ കൊണ്ടുപോകാറുള്ളത്. ഇന്നിപ്പോ അതേ നഗ്ഗറ്റ്സ് മതി എന്ന് പറഞ്ഞപ്പം അത് വെച്ചു കൊടുത്താണ്. പിന്നെ അതിന്റെ ഇടയ്ക്ക് നമുക്ക് ഉച്ചക്കൊക്കെയുള്ള അരിയൊക്കെ ഇടുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ റൈസ് കുക്കറിൽ ഇറക്കി വെക്കാറാണ് ചെയ്യല്. അങ്ങനെ അതൊക്കെ ചെയ്തു. പിന്നെ ഡെയിലി ഞാൻ ഇന്നും അവനൊരു ബോയിൽഡ് എഗ് വെച്ചിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ അതേ അവന്റെ സ്നാക്സ് ഒക്കെ റെഡിയാക്കി എല്ലാം ബാഗിൽ സെറ്റ് ആക്കൂട്ടോ. ഇവർക്ക് 9:30 to 12:30 വരെയാണ് സ്കൂൾ ടൈമിംഗ് വന്നിട്ട്. ലഞ്ച് ആകുമ്പോഴത്തേക്ക് അവർക്ക് വീട്ടിലെത്താട്ടോ. എല്ലാം സെറ്റ് ആയിട്ട് ഇതേ മോനെ വിളിക്കാണ്ടിട്ട് പോകണം. അപ്പൊ എന്നും എണീക്കുന്ന പോലെ തന്നെ രാവിലെ നല്ല വാശി തന്നെയാണ് കേട്ടോ. സ്കൂളിൽ പോകുന്നില്ല, എനിക്ക് പോകണ്ടാന്നുള്ള പറച്ചിൽ തന്നെയായിരുന്നു. പക്ഷെ അവരുടെ വാശി നോക്കി നിന്ന് അവരെ സ്കൂളിൽ പോക്ക് നടക്കില്ല. അപ്പൊ നമ്മളൊന്നും മൈൻഡ് ചെയ്തിരുന്നാൽ മതി. അങ്ങനെ അദ്ദേഹം എല്ലാം കഴിഞ്ഞു. പിന്നെ യൂണിഫോം ഇടുമ്പോഴായിരിക്കും അടുത്ത അംഗം എന്ന് പറയുന്നത് യൂണിഫോം ഇടില്ല എന്നുള്ള വാശി തന്നെയായിരിക്കും. പക്ഷെ നമ്മളെല്ലാം പറഞ്ഞ് സെറ്റാക്കി അവിടെ ഇരുത്തും. അത് കഴിഞ്ഞിട്ടേ നമ്മൾ അങ്ങനെ ഇറങ്ങും. അപ്പൊ ഇതാണ് നമ്മളൊരു ഡെയിലി മോർണിംഗ് റുട്ടീൻ ആയിട്ട് വരുന്നത്. 12:30 ആകുമ്പോഴത്തേക്ക് ഞാൻ പോയി സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരും. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഹാപ്പിയാണ്. ഇവിടുന്ന് ഇറങ്ങുന്ന ആ ചെറിയൊരു വിഷമം മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ.